തരണം ചെയ്യാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. വിജയം നീ നൽകണം റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. മഅസറ ചെന്ന് കഴിഞ്ഞാൽ അർശിന്റെ തണലിട്ട് വരുന്ന കൂട്ടരുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസർ വെള്ളം കുടിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഹബീബിന്റെ ശഫാഅത്ത് നൽകണം റഹ്മാനെ. ഹബീബ് ഇഷ്ടപ്പെടുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബ് ഇഷ്ക് വെക്കുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബിന്റെ ആസാറുകൾ മദ്ഹ് വെക്കുന്ന കൂടെ അതിനെല്ലാം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കൂടെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമയെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമയെ കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് അതുപോലെ നിന്റെ ഔലിയാക്കന്മാർ ഇവിടെയൊക്കെ വർക്കുന്നുണ്ടോ അവരൊക്കെ സിയാറത്ത് ചെയ്യാനും മദദ് നേടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നൽകണം റഹ്മാനെ. മരിക്കുന്നതിന്റെ മുമ്പ് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നോ ശരീഫ് പോയി സലാം പറയാൻ മഖ്ബൂലുമായ ഹജ്ജ് ഉംറ ചെയ്യാനും ഈ മജ്‌ലിസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ മാതാപിതാക്കൾ, പെങ്ങന്മാർ, അഞ്ചന്മാർ, ജ്യേഷ്ഠന്മാർ, അളിയന്മാർ, അതുപോലെ തന്നെ നമ്മളെ കുടുംബക്കാർ, ലോകത്തുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും പല മറാത്ത് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതിന് സാമ്പത്തിക ഫത്ഹ് നൽകണം റഹ്മാനെ. ശാരീരികമായ ഫത്ഹ് നൽകണം റഹ്മാനെ. മാനസികമായ ഫത്ഹ് നൽകണം റഹ്മാനെ. ആ റൗദ കാണുന്നതിന് മുമ്പ് നമ്മളെ കണ്ണ് നീ ചിമ്മല്ല റഹ്മാനെ. ആ റൗദ കാണുന്നതിന് മുമ്പ് ഞങ്ങളെ കണ്ണ് നീ ചിമ്മല്ല റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരുപാട് മഹല്ലുകൾ പല കാര്യങ്ങളിലും ഫിർഖത്തവരുണ്ട്, യോജിപ്പിലാക്കണം റഹ്മാനെ. ഒരുപാട് മഹല്ലിൽ പല പ്രശ്നങ്ങളുണ്ട്, നീ ഒരു സന്തോഷം നീ ആയി കൊടുക്കണം റഹ്മാനെ. ആലിമീങ്ങൾ പോലും ഭയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം റബ്ബേ, ശൈത്താന്റെ ശർറ്, റുഹാനിയ ശർറ്, അതേ സിഹറിന്റെ ശർറിനെ തൊട്ട് ആലിമീങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഉള്ള ആലിമീങ്ങളെ റാത്തൊരു സന്തോഷം യോജിപ്പിലാക്കണം റഹ്മാനെ. ബിദ്അത്താർ ഫിത്നക്കാർ ശർറിനെ തൊട്ട് നീ വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. ബിദ്അത്ത്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള ബിദ്അത്തുകാരെ കൊണ്ട് ഞങ്ങളെയും മക്കളെയും കുടുംബക്കാരെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അവരോട് ഹിമ്മത്തോടെ നേരിടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ദീനി ദഅവത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നിങ്ങളുടെ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും അഭിമന്യ നേതൃത്വമായ ഉസ്താദ് സുൽത്താൻ ഉലമ ഉസ്താദ്, അതുപോലെ തന്നെ കുമ്പോൾ തങ്ങൾ, അലിബ ഫഖീ തങ്ങൾ, ബദർ ഉസ്താദ് അടങ്ങുന്ന ആലിമീങ്ങൾ, അവരെ കീഴിലായി നിൽക്കുന്ന പ്രസ്ഥാന പ്രവർത്തകർ ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഒരുപാട് ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതെ, ബാപ്പ കാണിച്ച ആ രൂപം, താജുൽമ കാണിച്ച ഹക്കായ രൂപത്തിൽ തന്നെ ഇസ്തിഖാമത്തിൽ നിന്നിട്ട് ആ രൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് അന്നൽക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ദീൻ മോത്തോക്കി പറയാനുള്ള ഹിമ്മത്ത് ഞങ്ങൾക്ക് നീ ഉലമാക്കൾക്ക് ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. നൽകണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റബ്ബനാ അല്ലാഹുമ്മ ഇജ്അൽ ആഖിറ കലാമിനാ عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. റബ്ബേ, ബാപ്പാന്റെ വിയോഗം തന്നെയാണ്. അവൻ നഷ്ടം നമുക്ക് നികത്താൻ കഴിയൂല. റബ്ബേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ നൽകണം റഹ്മാനെ. റബ്ബേ, ഉമ്മാൻ്റെ വാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹിമ്മത്ത് നീ നൽകണം റഹ്മാനെ. ഹിമ്മത്ത് നീ നൽകണം റഹ്മാനെ. ഹിമ്മത്ത് നീ നൽകണം റഹ്മാനെ. വല്ല അതപകേടുകളോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെടുത്തുനിന്ന് ഞങ്ങൾക്ക് നീ പുറത്തു മാസാക്കി തരണം റഹ്മാനെ. റബ്ബേ, ആ ഉമ്മാക്കും അതുപോലെ എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനുജന്മാർ, അവർക്കെല്ലാം ശാന്തിയും സമാധാനവും നീ നൽകണം റഹ്മാനെ. മനക്കരുത്ത് നൽകണം റഹ്മാനെ. മനക്കരുത്ത് നൽകണം റഹ്മാനെ. അതേ, പെട്ടെന്നുള്ള വിടവാങ്ങലും അത് വല്ലാത്ത പ്രയാസമുണ്ട് റബ്ബേ.
നീ എല്ലാ നൽകും ഫത്ഹ് നൽകണം റഹ്മാനെ, ഫത്ഹ് നൽകണം റഹ്മാനെ. ലഞ്ചനെല്ലാം പഠിക്കുന്നുണ്ട്, ഉഖറവിയായ ആലിമും മുതഅല്ലിമും നീയാക്കണം റഹ്മാനെ, നീയാക്കണം റഹ്മാനെ, നീയാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ബാപ്പ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്തത് ഉമ്മത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അതേ ജീവിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് എന്നുള്ളൊരു സമാധാനം ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഇനി ആര് എന്ന് ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങളെ നീ അനാഥ നീയാക്കല്ല റഹ്മാനെ, യതീമാക്കല്ല റഹ്മാനെ. അതേ അവിടുന്ന് ദുആ ചെയ്യുന്നതിൻ്റെ എല്ലാ ഓരോ അഫ്ളുകളും ഓരോ ലഫ്ളുകളും ഓരോ വിഷയങ്ങളും അതേ കുടുംബത്തിന് വേണ്ടിയല്ല, അതിനപ്പുറം സമൂഹത്തിന് വേണ്ടി, അതേ അവിടത്തേക്ക് വരുന്ന ഒരുപാട് വിഷമമുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് റബ്ബേ. അത് മനസ്സിലാക്കിയ ബാപ്പാന്റെ മദത് ഞങ്ങൾക്ക് നീ ഇങ്ങ് കാലത്തോളം നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ. അവിടുത്തെ മദത് നസ്ർ നദർ നീ നൽകണം റഹ്മാനെ. അവിടുന്ന് കാണിച്ചു തന്ന ദീനി തഖ്വ, അതേ ഖുർആൻ ശരീഫ് ഓതാനും ദിക്ർ സ്വലാത്ത് അതിൻ്റെ ഖുശൂഅോടെ ചെല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ഖായിബാക്കല്ല റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا أرحم الراحمين يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث آمين. مولاي صل وسلم دائما أبدا നമ്മളെ കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് അവർ മഹാനവരുടെ ഹക്ക് ജാ ബർക്കത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളെ കുടുംബത്തിനും ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ മഹാന്മാരുടെ എല്ലാം ഹക്ക് ജാ ബർക്കത്ത്, താജുൽ ഉലമാന്റെ എല്ലാം ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് നല്ല റാഹത്തും സന്തോഷം നൽകട്ടെ. ഒരുപാട് കാലം നമ്മൾക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടുകൂടി നല്ല റാഹത്തിൽ ഈ പരിപാടി നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെയും ചുറ്റുപാടത്തിലെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഇതിനെ സ്നേഹിച്ചുകൊണ്ട് ഇത് ഒരു വലിയൊരു സംഭവമാക്കി തീർക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മരിച്ച ആ സമയം മുതൽ ഇതുവരെ തഹ്‌ലീൽ നിന്നിട്ടുണ്ടായിരിക്കില്ല മറ്റെന്തെന്നാലും, ഇവിടെയല്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് നമുക്കറിയാലോ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം നമ്മളിൽ എത്ര ദൂരത്തിനായിരുന്നു സാധാരണ വരില്ല, സാധാരണ ഒന്നിക്ക സയ്യിദിന്റെ കൂടെ വരും, അപ്പം തന്നെ തിരിച്ചു പോകും, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാം ഇവിടെ എത്തിച്ചില്ലേ, അത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളെല്ലാം ദ്വാരിച്ചണം. ബഹുമാനപ്പെട്ടവരുടെ മക്കളെല്ലാം ചെറിയ മക്കളാണ്, കല്യാണമെല്ലാം കഴിച്ചു കൊടുത്ത മക്കളാണെങ്കിലും അവരെല്ലാം അവരെ നോക്കി ഇതാക്കി ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഞങ്ങൾക്കെല്ലാം വളരെയധികം വിഷമമുണ്ട്. നമ്മളെല്ലാവരും യതീമാക്കിയത് അതിൽ കൂടുതൽ യതീമാണ് അവർ. പക്ഷേ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം വാപ്പ വേണ്ടുന്നല്ല ഇവിടെ ചെയ്തിട്ടാ പോയിന്, അതിനൊക്കെ മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയിന്. കുടുംബങ്ങളെ മാത്രമല്ല ഉസ്താദുമാരെ ഏൽപ്പിച്ചിട്ടാ പോയിന്. എല്ലാ ആലിമീങ്ങളും പറയുന്നില്ല പുറത്തുകളെ പറ്റിക്ക്. ഖുർറത്തു സാദാത്ത് തങ്ങളെ പറ്റിപ്പെട്ട എല്ലാ ആലിമീങ്ങളും സാദാത്യങ്ങളും എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മുത്താണ്. അള്ളാഹു റഹ്മാനായ സയ്യിദുൽ അവിടെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തേക്ക് മാറട്ടെ. നമ്മൾക്ക് മുത്തുനബിയോടൊപ്പം ബഹുമാനപ്പെട്ടവരോടൊപ്പം താജുലോടൊപ്പം എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ. ಅಂದೇನು ಅಲ್ಲಿ ಗ್ರೂಪ್ ಉಳಿತೀರಿ